ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. PSC ഹാക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ലബോറട്ടറി അസിസ്റ്റൻറ്റ് മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബൂർബൻ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആലോചിച്ച് നോക്കിയേ, ബൂർബൻ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതിൻ്റെ ആൻസർ ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. ബൂർബൻ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രാൻസ്. ഇപ്പം തന്നെ പഠിച്ചു നോക്കോട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. തീവ്രദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം. തീവ്രദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം ഏതാ? ഇതിൽ ആൻസർ ഇല്ല, അത് ക്യാൻസലാക്കിയതാണ്. ഫൈനൽ ആൻസർ ഒക്കെ ഇല്ല, അതിൻ്റെ ആൻസർ ഇല്ല. അതിൻ്റെ ആൻസർ ഒന്ന് ആലോചിച്ച് നോക്കിയേ, റഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ, വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. അടുത്തതാണ് ചേരുംപടി ചേർക്കുക. നോക്കിയേ, ഇന്ത്യൻ നാഷണൽ ആർമി ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെ അത് നമുക്ക് അറിയാവുന്ന നോക്കാം. ഇതിൻ്റെ അകത്ത് ഏതറിയാവുന്നത്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി അറിയാം, ഇന്ത്യൻ നാഷണൽ ആർമി അറിയാം, സ്വരാജ് പാർട്ടി അറിയാം, ഗദർ പാർട്ടി അറിയാം. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി നോക്കിയേ, ആരാണ്? റാഷ് ബിഹാരി ബോസ് അല്ലേ? അപ്പം അത് കണക്ട് ചെയ്യാം. അടുത്തത് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സൂര്യസെൻ. അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. സ്വരാജ് പാർട്ടി, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. സ്വരാജ് പാർട്ടി ആരാണ്? CR ദാസ്. ഗദ്ദാർ പാർട്ടി ആരാണ്? ഗദ്ദാർ പാർട്ടി ലാല ഹർദയാൽ. അപ്പോൾ അതിൻ്റെ ആൻസർ ബി ആണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ ആർമി ആരാ? അത് ഇപ്പോൾ തന്നെ പഠിച്ചു നോക്കാം. സ്വരാജ് പാർട്ടി CR ദാസ്. ഗദ്ദാർ പാർട്ടി ലാല ഹർദയാൽ. ഈ ഗദ്ദാറിലും ദായൊക്കെ ഉണ്ട്, ഹർദയാലിലും അതുണ്ട്. അങ്ങനെ നോക്കി പഠിച്ചാൽ മതി. ഇന്ത്യൻ നാഷണൽ ആർമി ആരാണ്? റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി ആരാണ്? സൂര്യസെൻ. പഠിച്ചില്ലേ? ഇനി അടുത്താണ് 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? 2025 പത്മവിഭൂഷൺ 7 പേർക്ക് കിട്ടിയിരുന്നു. അതിൽ മെയിനായിട്ടുള്ള ആളാരായിരുന്നു? നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് MT വാസുദേവൻ നായരിനെ കുറിച്ചായിരുന്നു. ഇതിലിപ്പോൾ ചോദിച്ചിരിക്കുന്നത് കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? ഏതാണ്? നൃത്തം. അപ്പോൾ 2025 പത്മവിഭൂഷൺ ലഭിച്ച കുമുദിനി രജനീകാന്ത് ലഖിയ നൃത്തത്തിലായിരുന്നു പ്രശസ്തി ആർജിച്ചത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി അടുത്തത് നമുക്ക് നോക്കിയാൽ മതി. നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചമ്പാര സത്യാഗ്രഹം. ശരിയാണ്, ചമ്പാര നീലം കർഷകരുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇനി അടുത്തെന്താണ്? ശരി മാത്രം നോക്കാം. ഇനി 4-മത്തെ. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. അതും ശരിയാണ്. അപ്പോൾ ഈ ആണ് ആൻസർ. നോക്കിയാൽ മതി. ചമ്പാരൻ സത്യാഗ്രഹം ആരുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ഗാന്ധിജിയാണ്. അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. ചമ്പാരൻ സത്യാഗ്രഹം നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശം ഏതാണ്? എന്നാലോചിച്ചേക്കേ. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, നീലഗിരി. ഇനി അടുത്തത് നോക്കാം. ആപേക്ഷിക ആർദ്രത. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു. എന്ത്? ആലോചിച്ച് നോക്കിയേ. തുഷാരം. ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ തുഷാരം രൂപപ്പെടാൻ കാരണമാകുന്നു. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ കേട്ടോ. അങ്ങനെ തന്നെ. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് 9-മത്തെ. ദേശീയ ജലപാത 3 ഏത് മുതൽ ഏത് വരെയാണ് ബന്ധിപ്പിക്കുന്നത്? ദേശീയ ജലപാത 3 ഏത് മുതൽ ഏത് വരെയാണ്? അലഹബാദ് ഹാൽഡിയ, കൊല്ലം കോട്ടപ്പുറം, സാദിയ ദുബ്രി. മുകളിൽ കൊടുത്തവയൊന്നുമല്ല. ഫൈനൽ ആൻസർക്ക് ഡി ആയിരുന്നേ. മുകളിൽ കൊടുത്തവ ഒന്നുമല്ല. ഇപ്പോൾ കൊല്ലം കോട്ടപ്പുറം എന്നുള്ളത് അത് കുറച്ച് നീണ്ടിട്ടുണ്ട്, കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനാണ് 10. താഴെ കൊടുത്തതിൽ അവസാദ ശിലകൾക്ക് ഉദാഹരണം ഏവ?
അവസാദശില, ആഗ്നേയം, അവസാദം, ഗായത്രി ഇതൊക്കെ പഠിക്കുന്നതല്ലേ. അപ്പോൾ അതിൽ അവസാദശിലകൾക്ക് ഉദാഹരണമാണ് ചുണ്ണാമ്പ് കല്ല്, കൽക്കരി. ബി ആണ് ആൻസർ. ചുണ്ണാമ്പ് കല്ല്, കൽക്കരി അവസാദം. ഗ്രാനൈറ്റ് ഏതാണ്? ആഗ്നേയം. മാർബിൾ ഏതാണ്? കായാന്തരിക ശിലയാണ്. ഇനി ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘമേത്? ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന സ്ട്രാറ്റസ് ആണ്. ആകാശത്തിൽ പഠിക്കൊന്നു ശരിക്കും പഠിക്കേ. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം സ്ട്രാറ്റസ്. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം സ്ട്രാറ്റസ്. അടുത്ത ക്വസ്റ്റ്യൻ, അനാസാഗർ തടാകം ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ഇതിങ്ങനെ തന്നെ പഠിച്ചോട്ടെ. അനാസാഗർ തടാകം ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആട്ടോ. ഇതൊക്കെ ഈ ചോദിച്ചിരിക്കുന്ന എല്ലാം തന്നെ റിപ്പീറ്റഡ് ആണ്. അപ്പം മെയിനായിട്ട് എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ മാക്സിമം നോക്കുക. നമുക്ക് ഒരുപാട് മാർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് മാർക്ക് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. 1923 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ, അതാണ് ശ്രദ്ധിക്കുക. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇത് ഈ ഓപ്ഷൻ തന്നിരിക്കുന്ന എല്ലാമാണ്. അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുത സംയോജന പ്രക്രിയയാണ് ആഗോളവൽക്കരണം. രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിക്ഷേപവും സാങ്കേതികവിദ്യയും നീങ്ങുന്നു. ലോകത്തിലെ മിക്ക പ്രദേശങ്ങളും പരസ്പരം അടുത്ത ബന്ധം പുലർത്തുന്നു. ഇത് ആഗോളവൽക്കരണം കൊണ്ട് അർത്ഥമാക്കുന്നതാണ്. അപ്പം അതിൻ്റെ ആൻസറാണ് മുകളിൽ പറഞ്ഞവയെല്ലാം. വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? വികേന്ദ്രീകരണ ആസൂത്രണം 9, വികേന്ദ്രി 9, ഇങ്ങനെ പഠിക്കുക. വികേന്ദ്രി 9, ഇങ്ങനെ 2 തവണ എന്ന് പറഞ്ഞു നോക്കുക. അപ്പം തന്നെ നമ്മൾ പഠിച്ചോളാം. വികേന്ദ്രി 9, വികേന്ദ്രി 9, കൂടെ വികേന്ദ്രി 9. അടുത്ത ക്വസ്റ്റ്യനാണ്, ഹരിത വിപ്ലവത്തിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? അത് ഏതൊക്കെയാണ്? ശരിയായത് മാത്രം നോക്കിയാൽ മതി. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക, ശരിയാണ്. അടുത്ത ഏതാണ്? ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക, അത് ശരിയാണ്. 1, 3 ആണ് ആൻസർ. ഹരിത വിപ്ലവത്തെക്കുറിച്ച് കുറച്ച് നോട്ട്സൊക്കെ ഉണ്ട്. അതെല്ലാവരും നോട്ട്സൊക്കെ നന്നായിട്ട് നോക്കുക. എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവാറുള്ളതാണ് ഹരിത വിപ്ലവം, അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതി, ആഗോളവൽക്കരണം. ഇതൊക്കെ മെയിനായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ, വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? വാണിജ്യ ബാങ്ക് അതിൽ ഉൾപ്പെടാത്തതാണ് ബി. അപ്പോൾ നമ്മുടെയൊക്കെ ഉൾപ്പെടുന്നത് നോക്കാം. അത് നമ്മൾ നോക്കണ്ട. നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. വാണിജ്യ ബാങ്കുകൾ എന്തൊക്കെ ചെയ്യുന്നു? നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു, വായ്പകൾ നൽകുന്നു, ലോക്കർ സൗകര്യം നൽകുന്നു. നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി. നിക്ഷേപങ്ങൾ, വായ്പകൾ നൽകുന്നു, ലോക്കർ സൗകര്യമുണ്ട്, ഇതൊക്കെ. ഈ SBI ഒക്കെ നമ്മൾ അറിയാലോ. ഇനി അടുത്താണ് 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിലെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? എ ജയ തിലക്. 2025, വേണമെങ്കിൽ ഡേറ്റ് ഒന്ന് ആലോചിച്ചോട്ടോ. 2025 ഏപ്രിൽ 30, 2025, അതായത് ഈ വർഷം ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിലെ 50ാമത്തെ. 25 എത്രയാണ്? 50. 25 × 2 50. അപ്പോൾ 50ാമത്തെ, അത് ഈ 50 എന്നാണ് ഉള്ളതാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് കേട്ടോ. 50ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് എ ജയ തിലക്. പഠിച്ചു വയ്ക്കണേ. അടുത്ത ക്വസ്റ്റ്യനാണ്, പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരെന്ത്? ഓപ്പറേഷൻ സിന്ദൂർ. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഇതും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും. അപ്പോൾ അതിൻ്റെ ക്ലാസ് നിങ്ങൾ കേൾക്കുക. അടുത്ത ക്വസ്റ്റ്യനാണ്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതല്ല? അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ ശരിയായത് മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഒന്നാമത്തെ ശരിയാണ്. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെയായിരുന്നു. അതും ശരിയാണ്. അപ്പോൾ 1, 2 ആണ് ശരി.
ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെയായിരുന്നു. അത് ശ്രദ്ധിച്ചോട്ടാ, പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയായിരുന്നു അന്ന് തിരഞ്ഞെടുപ്പ് നടന്നത്, അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇത് ചേരുംപടി ചേർക്കാനാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളും അവയുടെ വിവരണവും. ഇത് നോക്കുക, ഇതിൻ്റെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാടുണ്ട്. ഇത് ബി കോളം നോക്കിയേ, വകുപ്പ് 18, ആർട്ടിക്കിൾ 18, 22, 26, 30 ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഫുൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. 18 എന്താണ്? സ്ഥാനപ്പേര് നിർത്തലാക്കുക. അപ്പോൾ 3 നമ്മൾ ഉറപ്പിച്ചു. അപ്പോൾ 3 A ആയിട്ടുള്ള 2 ഉണ്ട്. ഇനി അടുത്ത മതപരമായ വകുപ്പ് 22 എന്താണ്? അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണമാണ് 22. അടുത്തേതാണ്? മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം. മതപരമായിട്ടുള്ള ഇതേതാണ്? 26. അതായത് 25, 26, 27, 28 ഇതാണ് മതപരമായി ബന്ധപ്പെട്ട ഭരണഘടന മൗലിക അവകാശങ്ങളിലെ ആർട്ടിക്കിൾ വരുന്നത്. 25, 26, 27, 28 ഈ 4 വകുപ്പാണ് മതപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ന്യൂനപക്ഷമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ 29, 30. ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള അതായത് റിട്ടുകൾ വരുന്നതാണ് 32. 32 എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ റിട്ടാണ് വരുന്നത്. 226, 226 അതാണ് ഹൈക്കോർട്ടിൻ്റെ വരുന്നത്. ഇതിപ്പോൾ നമുക്ക് നോക്കാം. സ്ഥാനപ്പേര് നിർത്തലാക്കുന്നത് ആർട്ടിക്കിൾ 18 ആണ്. അറസ്റ്റിനും കരുതൽ തടങ്കലിനും എതിരായ സംരക്ഷണം ആർട്ടിക്കിൾ 22 ആണ് വരുന്നത്. അടുത്തത് മതപരമായ കാര്യങ്ങൾ ആർട്ടിക്കിൾ 26 വരും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾ വരുന്നത് 29ഉം 13ഉം ആണ്. അതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം വരുന്നത് 30 ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണേ. 1D, 2C, 3A, 4B. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ പേരെന്താണ്? എന്താണ്? BR ഗവായി. ഇതിൻ്റെ ഫുൾ നെയിം പഠിച്ചു വയ്ക്കണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പഠിക്കണം, റിസർവ് ബാങ്ക് ഗവർണർ പഠിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഇതിൽ ശരി മാത്രം നോക്കിയത് സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടത് ഫസ്റ്റത്തെയാണ്. 1978 1978 വരെ സ്വത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. 1978 44ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശത്തിൽ നിന്ന് മാറ്റി വെറും നിയമ അവകാശമാക്കി മാറ്റിയത്. 30A ഉൾപ്പെടുത്തിയിരിക്കുന്നത്, 300A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ഇനി അടുത്ത താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. യൂണിയൻ ലിസ്റ്റിൽ ഏതാണ്? വിദ്യാഭ്യാസം ഏതിലാണ്? കൺകറൻറ്റ് ലിസ്റ്റാണ്. വനം കൺകറൻറ്റ് ലിസ്റ്റാണ്. പോലീസ് ഏതിലാണ്? പോലീസ് സ്റ്റേറ്റിലാണ്. പോലീസ്, തദ്ദേശ സ്വയംഭരണം, ജയിൽ അങ്ങനത്തെ എല്ലാം എന്തിലാണ്? സ്റ്റേറ്റിലാണ് വരുന്നത്. അപ്പോൾ ഇൻഷുറൻസ് ആണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. ഇൻഷുറൻസ്, പ്രതിരോധം അതൊക്കെ യൂണിയൻ ലിസ്റ്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഇതിൽ 42 ഏതാണ്? 42 മിനി ഭരണഘടനയാണ്. ഇനി അടുത്തത് 61 എന്താണ്? തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. ഇത് കാണാണ്ട് പഠിച്ചോട്ടെ, എപ്പോഴും ചോദിക്കുന്നതാണ്. 42 42 ആണ് മിനി ഭരണഘടന. 61 എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. 74 എന്താണ്? നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളെ സംബന്ധിച്ച്. അതായത് ഒന്നുമില്ല, 74 എന്ന് പറഞ്ഞാൽ നമ്മുടെ മുനിസിപ്പാലിറ്റി. ഇനി അടുത്തതാണ് 91 ഇപ്പോൾ കുറച്ച് നാളായിട്ട് റിപ്പീറ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മിക്കവാറും കാണുന്നുണ്ട്.
91 മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് സംബന്ധിച്ചാണ്. 4ാമത്തെ സി, അത് മെയിനായിട്ട് നോക്കിക്കോട്ടെ. ബാക്കിയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, നേരത്തെ തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ 91 എന്നുള്ള ഇപ്പോൾ കറൻലി കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് കാണുന്നുണ്ട്. ഒരു 2023 സംതിങ് മുതൽ കാണുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഡി ആണേ. 1 ബി, 2 ഡി, 3 എ, 4 സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഷാജഹാൻ ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അപ്പോൾ കേരളത്തിൽ, അതായത് കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഷാജഹാനാണ്. ഇനി അടുത്താണ്, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന് നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. സ്റ്റേറ്റ് PSC ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? ലാഹോർ. പൂർണ്ണ സ്വരാജ് ലാഹോർ, അങ്ങനെ പഠിക്കുക. INCയുടെ ഏകദേശം നമ്മൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഇത് സമ്മേളനം പഠിക്കണം കേട്ടോ. 1901, 1911, പിന്നെ അതുപോലെ തന്നെ കറാച്ചിയിൽ നടന്നത്, 1929 നടന്നത്, 1930 നടന്നത്, പിന്നെ 1942 മുതൽ 46 വരെയുള്ളത്, പിന്നെ നമ്മുടെ അമരാവതിയിലിടുന്നത്, അങ്ങനത്തെ കാര്യം ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണേ. ഇനി ഇന്ത്യൻ ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി ഏതാണ്? പ്രത്യക്ഷ നികുതിയാണ് ചോദിച്ചിരിക്കുന്നത്. പ്രത്യക്ഷവും പരോക്ഷവും എന്താണെന്നറിയാലോ. പ്രത്യക്ഷം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ തന്നെ കൊടുക്കുന്നു. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തന്നെ കൊടുക്കുന്നു, നേരിട്ട് കൊടുക്കുന്നു. അതായത് ആദ്യം വരുന്നത് അവസാനം വരുന്നത് രണ്ടും സെയിം പേഴ്സണാണ് വരുന്നത്. പക്ഷെ പരോക്ഷം എന്ന് പറഞ്ഞാൽ അതിൽ മീഡിയേറ്റർ വരും. അത് ഉണ്ടാക്കുന്ന ആൾ തന്നെ ആയിരിക്കില്ല ലാസ്റ്റ് കൊടുക്കുക. അതിൽ ഇടയ്ക്കിടെ മീഡിയേറ്റർ വന്ന് മറ്റൊരാളിലേക്ക് നികുതി പോകും. ഇതിൽ കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി ഏതാണെന്ന് നോക്കിയാൽ മതി. ഏതൊക്കെയാണ്? വ്യക്തിഗത ആദായ നികുതി, അത് കേന്ദ്ര സർക്കാർ പിരിക്കുന്നതാണ്. പിന്നെ ഏതാണ് നോക്കിയേ? കോർപ്പറേറ്റ് നികുതി. ഇത് രണ്ടും പ്രത്യക്ഷ നികുതിയാണ്. കേന്ദ്ര ചരക്ക് സേവന നികുതി എന്ന് വെച്ചാൽ അത് പരോക്ഷ നികുതിയാണ്. അതായത് GST, സെൻട്രൽ GST ആണ് പറയുന്നത്. സംയോജിത, അതും IGST, CGST ആണ് പറയുന്നത്. ഈ രണ്ടും പരോക്ഷ നികുതിയാണ്. ഇത് പ്രത്യക്ഷ നികുതിയാണ്. വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയും പ്രത്യക്ഷ നികുതിയിൽ വരുന്നതാണ്. ആ രണ്ട് നികുതി കേന്ദ്ര സർക്കാരാണ് പിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്താണ് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 1, 2 ആണേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്ത പ്രസ്താവനകൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ലക്ഷ്യങ്ങളുമായി യോജിക്കുന്ന മാത്രം നോക്കിയത്. ഇതെല്ലാം യോജിക്കുന്നതാണ്. അതായത് ഗ്രാമപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ആവശ്യാനുസരണം ഉറപ്പാക്കുക. അത് ശ്രദ്ധിക്കട്ടെ. അതിൻ്റെ അകത്ത് 100 ദിവസത്തിൽ ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസം തൊഴിൽ, അത്രയും പഠിച്ചാൽ മതി. ഗ്രാമപ്രദേശങ്ങളുള്ളവർക്ക് ഒരു വീട്ടിൽ 100 ദിവസം തൊഴിൽ. ഇനി ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് വിഭവാടിത്തറ ശക്തിപ്പെടുത്തുക. അടുത്ത് സാമൂഹികവുമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പദ്ധതിയിൽ ചേർക്കുക. ബി ആണ് ആൻസർ. ഇതെല്ലാം കറക്റ്റ് തന്നെയാണ് പറയുന്നത്. ഇനി അടുത്താണ് താഴെ കൊടുത്ത പ്രസ്താവനകൾ സർക്കാർ ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം? ഏതൊക്കെയാണ്? സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, അത് ധനനയമായിട്ട് ബന്ധപ്പെട്ടാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ശരിയാണ്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക, ഇത് ശരിയാണ്. 3 ശരിയാണ് കേട്ടോ. ഇനി അടുത്താണ് 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? വിക്രം മിശ്രി. അത് പഠിക്കണം, മെയിനായിട്ട് പഠിക്കണം. നമ്മുടെ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് ആ പത്രസമ്മേളനത്തിൽ നടുക്കിരുന്ന് പ്രസംഗിച്ച നമ്മുടെ വിക്രം മിശ്രി ആയിരുന്നു. വിദേശകാര്യ സെക്രട്ടറിയാണ് പുള്ളി. വ്യോമിക സിംഗിൻ്റെ സോഫിയ ഖുറേഷിയുടെ നടുക്കിരുന്ന് ഈ ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചത് വിക്രം മിശ്രി ആയിരുന്നു, നമ്മുടെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി.
2024 ജൂലൈ 15 മുതലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്താണ് ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏത്? പ്രചോദനമാണ്. ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിന് കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിന് ആര്? സാമൂഹ്യനീതി വകുപ്പ്. അത് മെയിനായിട്ട് നോക്കണം. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് പ്രചോദനം. സാമൂഹ്യനീതി വകുപ്പിൻ്റെയാണ് പ്രചോദനം. അടുത്തത് 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്യൂണിക്കൾച്ചർ? അതെല്ലാവർക്കും അറിയാലോ. എന്താണ് ക്യൂണിക്കൾച്ചർ? ക്യൂണി മുയൽ. കൂൺ ഒരിക്കലും എഴുതരുത്. കൂൺ വളർത്തൽ എന്ന് പറഞ്ഞാൽ മഷ്റൂം കൾച്ചറാണ്. ക്യൂണി എന്ന് പറഞ്ഞാൽ മുയൽ. ക്യൂണി മുയൽ ഒരു 2-3 തവണ പറയും. ക്യൂണിക്കൾച്ചർ മുയൽ ക്യൂണിക്കൾച്ചർ. റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാ? കോശകേന്ദ്രം കണ്ടെത്തി. സി. റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം കണ്ടെത്തി. എന്താണ് പിനങ്ക സബ്ടെറേനിയ? എന്താണ്? എൻ്റെ ആൻസർ ഇല്ല കേട്ടോ അതിൽ. PSC ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ അതിൽ ആൻസർ ഇല്ലായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് ഏതാണ്? രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ഗ്ലോബുലിൻ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? അപ്പോൾ ബാക്ടീരിയ അല്ലാത്ത നോക്കിയാൽ മതി. മീസിൽസ് മംസൊക്കെ എന്താണ്? വൈറസാണ്. ക്ഷയം ബാക്ടീരിയയാണ്. ആന്ത്രാക്സ് ബാക്ടീരിയയാണ്. ഡിഫ്തീരിയ ബാക്ടീരിയയാണ്. എലിപ്പനി ബാക്ടീരിയയാണ്. ഇനി അടുത്ത് നോക്കാം. ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹൃദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഏത്? അതെല്ലാവർക്കും അറിയാം. ആർദ്രം എപ്പോഴും ചോദിക്കുന്ന കേട്ടോ. ഇതൊക്കെ PSCക്ക് മെയിനായിട്ട് കുറേ ഇതുണ്ട്. പഞ്ചവത്സര പദ്ധതി, ഹരിത വിപ്ലവം, നീതി ആയോഗ്, ആർദ്രം, ആരോഗ്യകിരണം, താലോലം, അങ്ങനത്തെ കുറച്ച് ഏരിയാസ് ഉണ്ട്. അതിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എവിടെന്നെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ മെയിനായിട്ട് നോക്കി വെക്കണം കേട്ടോ. 10th ലെവൽ എക്സാം ആണെങ്കിലും +2 ലെവലാണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ഇതൊക്കെ ചോദിച്ചിരിക്കും. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ വൈറ്റമിൻസ്. അതേ അടുത്ത ക്വസ്റ്റ്യൻ വന്നു. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഏതാ? റിക്കറ്റ്സ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് നിശാന്തത A ആണ്. സ്കർവി C ആണ്. അടുത്താണ് ഭൂഗുരുത്വാകർഷണ ത്വരണം ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ്? ധ്രുവപ്രദേശങ്ങളാണ്. അത് ഭൂഗുരുത്വാകർഷണ ത്വരണം അതിൻ്റെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് ധ്രുവപ്രദേശങ്ങളിലാണ്. പഠിക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് ഏത്? ശ്യാനബലം. അങ്ങനെ നോടിച്ചോട്ടോ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് ശ്യാനബലം. അടുത്ത ക്വസ്റ്റ്യൻ. സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വേഗത. സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? വേഗത. അടുത്ത ക്വസ്റ്റ്യൻ. ലോകബാങ്ക് പ്രസിഡൻ്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ അജയ് ബംഗ. അത് റിപ്പീറ്റഡ് ആണേ. നിങ്ങളൊന്നും പിന്നെ നോക്കുക. കറണ്ട് അഫെയർ ആണെങ്കിലും റിപ്പീറ്റഡ് ആണേ. ലോകബാങ്ക് പ്രസിഡൻ്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ. അടുത്ത ക്വസ്റ്റ്യൻ. 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? പെരുമ്പടൻ ശ്രീധരൻ. 2023 CV കുഞ്ഞിരാമൻ, പെരുമ്പടൻ ശ്രീധരൻ. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ നോക്കിയേ. 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം, പെരുമ്പടൻ ശ്രീധരൻ, പെരുമ്പടവം ശ്രീധരൻ. ഒരു 2-3 തവണ മനസ്സിൽ പറയട്ടോ. എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് കയറുമ്പോൾ ഇത് വന്നാൽ കിട്ടിയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്ന് വായിച്ചു നോക്കുക. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളും ഉണ്ട്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യനാണ്, മൂലകങ്ങളെ ആറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. ഇത് ആരുടെയാണ്? മോസ്ലി. ആധുനിക ആവർത്തന പട്ടികയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് ഒന്നുകൂടെ നോക്കുക, മോസ്ലിയുടെ ആണ്. സമാന ഗുണങ്ങളുള്ള മൂലകളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി 18 ഗ്രൂപ്പും 7 പീരീഡും. പിന്നെ ആറ്റോമിക നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മോസ്ലി ആണെന്ന്. ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായിട്ടുള്ള സ്ഥാനമൊന്നും നൽകിയില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് 48ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിളയുടെ വലിപ്പം മുകളിലോട്ട് എത്തുന്തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ബോയിൽ നിയമം. ഇത് റിപ്പീറ്റഡ് ആണ്. ഒരുപാട് ഞാൻ പഠിച്ചു തുടങ്ങിയ കാലത്ത് തൊട്ട് കാണുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊരുപാട് 2017 സംതിങ് LDCയിലെ ക്വസ്റ്റ്യനിലൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഒരുപാട് ഫുൾ റിപ്പീറ്റഡാണ് മാക്സിമം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി നന്നായിട്ട് പഠിക്കട്ടോ. ഒരുപാട് വരും. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഒരുപാട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും ആൻസർ ചെയ്യാനും പറ്റും. മാക്സിമം മൈനസും കുറയ്ക്കാം. നിർവീര്യലായകമായ ജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pH എന്ത് മാറ്റമുണ്ടാകും? എന്തുണ്ടാവും? 7നേക്കാൾ കുറയും. ആസിഡ് എന്തായാലും 7നേക്കാൾ താഴെയല്ലേ. അപ്പോൾ ആസിഡ് ഒഴിച്ചാൽ 7നേക്കാൾ താഴത്തോട്ട് വരും. അടുത്താണ് 2024 രസതന്ത്ര നോബൽ പുരസ്കാരത്തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ഡേവിഡ് ബേക്കറിനാണ്. അടുത്താണ്, ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? ആരാണ്? IUCN ആണ്. പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടനയാണ് IUCN. ഒന്നുകൂടെ പറയും. പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടനയാണ് IUCN. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 52ാമത്തെ ക്വസ്റ്റ്യൻ? ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തിരിച്ചറിയുക. ശരി മാത്രം നമുക്ക് നോക്കാം. ഏതാണ്? 2 ശരിയാണ് കേട്ടോ. 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. ശരിയാണ്. പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത്. 2ഉം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആരായിരുന്നു? ഇതിൽ ആൻസർ ഇല്ല. അത് PSC ക്യാൻസലാക്കിയതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 54ാമത്തെ ക്വസ്റ്റ്യനാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. പ്രസ്താവന: വിലാപം, വിശ്വരൂപം തുടങ്ങിയ രചനകളിലൂടെ മലയാള കവിതയ്ക്ക് പുതിയ മുഖം നൽകിയ എഴുത്തുകാരനായിരുന്നു VC ബാലകൃഷ്ണ പണിക്കർ. അത് തെറ്റാണ്. അത് തെറ്റ്. VC ബാലകൃഷ്ണ പണിക്കരെ ശ്രദ്ധേയനാക്കിയ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയായിരുന്നു മലയാള വിലാസം. ഇത് 2 ഓപ്ഷൻ ഇത് തെറ്റാട്ടോ. 2 ശരിയല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ശരിക്കും പഠിച്ചുകൊണ്ട് പോണേ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് നോക്കിട്ടോ. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ വിഗതകുമാരൻ റിലീസ് ചെയ്തത് 1938 തെറ്റാണ്. ആലപ്പി വിൻസെൻ്റ് ആയിരുന്നു വിഗതകുമാരൻ എന്ന ചിത്രത്തിന് ശബ്ദം നൽകിയത്. അതും തെറ്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞാണ്. ആരൊക്കെയാണ്? കേണൽ സോഫിയ ഖുറേഷിയും വിങ് കമാൻഡർ വ്യോമിക സിംഗും. ഇത് നിങ്ങൾക്ക് മാറിപ്പോകുമെന്നറിയില്ല. വിങ്ങിനും ങ്ങായുണ്ട്, സിംഗിനും ങ്ങായുണ്ട്. അങ്ങനെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ വിങ് കമാൻഡർ വ്യോമിക സിംഗ്. അപ്പോൾ കേണൽ ആരാണ്? സോഫിയ ഖുറേഷി. അപ്പോൾ D ആണ് ആൻസർ. അടുത്ത ദിവസം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തിരിച്ചറിയുക. ഏതാണ്? ശരി മാത്രം നോക്കിയത്. മലയാള രാഷ്ട്രീയ
പത്രപ്പർവ്വത്തിന് തുടക്കം കുറിച്ച് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനായിരുന്നു. ശരിയാണ്. 1884 ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ്റെ പത്രാധിപത്യത്തിൽ വടകരയിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച പത്രമായിരുന്നു കേരള കേസരി. അത് തെറ്റാണ്. അപ്പോൾ 1 ശരിയാണ്, ബി ശരിയല്ല. അതാണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. നോക്കാം. കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണന്മാർക്കിടയിൽ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമായി ആരംഭിച്ച യോഗക്ഷേമ സഭ നിലവിൽ വന്നത് 1908 ശരിയാണ്. തൃശ്ശൂരിൽ വച്ചു ചേർന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത്. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഏതായിട്ട് വരും? സി. രണ്ടും ശരിയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലിട്ട് പോവാം. 59ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷിന് ഉദാഹരണമാണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. ഏതാണ് ഇതിലേതാണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറിന് ഉദാഹരണം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല. ആൻറ്റിവൈറസ് ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. എന്താണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. കോഡ് വ്യത്യാസപ്പെടുന്നത് വരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ എന്ത് വിളിക്കുന്നു? സ്റ്റാറ്റിക് വെബ് പേജ്. സ്റ്റാറ്റിക് ആണെങ്കിൽ ഇത് മാറത്തില്ല, അങ്ങനെ തന്നെ ഇതായിട്ട് നിൽക്കും. ഡൈനാമിക് ആണെങ്കിൽ മാറിക്കൊണ്ടേയിരിക്കും. അടുത്താണ് 61 ആണ്. അതിൻ്റെ ആൻസർ ഇല്ല കേട്ടോ. ഇനി അടുത്തത് നമുക്ക് 64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് താഴെ പറയുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ്റെ അധികാരങ്ങളിൽ പെട്ടതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിലേതാണ്? ശരി മാത്രം നോക്കിയാൽ മതി. ഏതാണ് ആൻസർ വരിക? ഒന്ന് വായിച്ചു നോക്കിയ എല്ലാവരും. ഇതിൽ എ ആണ് ആൻസർ. വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കാനുമുള്ള അധികാരം കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ്റെ അധികാരങ്ങളിൽ പെടും. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും അങ്ങനെ നിർബന്ധിക്കാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ട് തോന്നും. പക്ഷെ നിർബന്ധിക്കാൻ അതിനുള്ള അധികാരമുണ്ട് എന്ന് തന്നെ പഠിക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്. ഏത്? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടുന്നത് ഏതാണ്? ഇതിൽ വായിച്ചു നോക്കുകയും. സി ആണ് ആൻസർ. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏതാ? ശരിയല്ലാത്തത് നമുക്ക് മാർക്ക് ചെയ്തിട്ട് ശരിയായിട്ടുള്ളത് പഠിക്കാം. ഇതാണ് തെറ്റ്. സി ആണ് തെറ്റ്. അപ്പോൾ ശരിയായിട്ടുള്ളത് നോക്കാം. ഒന്നാമത്തെ നോക്കിയാൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ഉടമ്പടികളും മറ്റ് അന്താരാഷ്ട്ര നിയമങ്ങളും പഠിക്കുവാനും അവ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുള്ള ശുപാർശകൾ നൽകാനുമുള്ള അധികാരം ഉണ്ട്. ഇന്ത്യയിലെ പൗരന്മാരെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാനുള്ള ചുമതലയുണ്ട്. മനുഷ്യാവകാശ മേഖലയിൽ ഗവേഷണം നടത്താനും പ്രോത്സാഹിപ്പിക്കാനുള്ള അധികാരവുമുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് 67ാമത്തെ ക്വസ്റ്റ്യൻ. 2012 പോക്സോ നിയമം അനുസരിച്ച് താഴെ പറഞ്ഞതിൽ ഏതാണ് ലൈംഗിക അതിക്രമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? ഇതിലെ ആൻസർ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒന്നല്ല കേട്ടോ. എല്ലാവരും പൗസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇത് പറഞ്ഞിരിക്കുന്ന ഒന്നുമല്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് 2005 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമനുസരിച്ച് പരാതിക്കാരിയും പ്രതിയും സംയുക്തമായോ പ്രതി ഒറ്റയ്ക്കോ ഇരു കക്ഷികളും ഉപയോഗിക്കുന്നതോ ആയ ആസ്തികൾ, ബാങ്ക് ലോക്കറുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കൽ, സ്ത്രീധനം ഉൾപ്പെടെയുള്ള സംയുക്തമായോ വെവ്വേറെയോ കൈവശം വെച്ചിരിക്കുന്ന മറ്റേതെങ്കിലും സ്വത്ത് മജിസ്ട്രേറ്റിൻ്റെ അനുമതിയില്ലാതെ അന്യാധീനപ്പെടുത്തുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് താഴെ പറയുന്ന ഏത് ഉത്തരവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? സംരക്ഷണ ഉത്തരവ്. അതൊന്ന് വായിച്ചു വയ്ക്കാൻ മതി. സംരക്ഷണ ഉത്തരവാണേ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു വയ്ക്കേ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ അല്ലെങ്കിൽ ഏത്? നോക്കിയേ.
2025 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ പെടുന്ന ഏതൊക്കെയാണ് നോക്ക്. കാങ്കർ വാലി ദേശീയോദ്യാനമുണ്ട്, മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകളുണ്ട്, ചൗസത്ത് യോഗിനി ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ എല്ലാം ഡി ആണ് ആൻസർ. ഇതെല്ലാം ഉണ്ട് കേട്ടോ, ഇതൊക്കെ കാണാണ്ട് പിടിച്ചോ, ഒന്നും നോക്കണ്ട. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. റിപ്പീറ്റഡ് ആണ്, 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടേ, പഠിച്ചോളാം. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, -5 നിന്നും ഏത് നമ്പർ കുറച്ചാലാണ്? ഇത് ഞാൻ മാത്സിലായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം, ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. -5 നിന്നും ഏത് നമ്പർ കുറച്ചാലാണ് -14 കിട്ടുക? ഏത് കുറയ്ക്കണം? 9. ഇനി അടുത്ത് നോക്കാം, താഴെ തന്നിരിക്കുന്നതിൽ വലുതേത്? താഴെ തന്നിരിക്കുന്ന വലുതേതാണ്? ഇത് ഡി ആണ് ആൻസർ. ഡി. 60ൻ്റെ 5/4. ഒരു പെൻസിലിൻ്റെ വില 4.54 ആയാൽ അതുപോലുള്ള 30 പെൻസിലുകളുടെ വില എത്രയാണ്? ഒരു പെൻസിലിൻ്റെ 4.54 ആണെങ്കിൽ 30 × 4.54 ഇട്ട് ഗുണിച്ചാൽ മതി. അതേതാണ്? സി ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്താണ് ഏത്? ഇനി അടുത്താണ് റീഡ്. റീഡ് എന്നാൽ അത് നോക്കുക, അതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. ബി ആണ് ആൻസർ. 75ാമത്തെ ആൻസർ വരുന്നത് സി ആണ്. അടുത്തത് 76ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ് വരുന്നത്. വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തതിൻ്റെ 77ാമത്തെ ആൻസർ ബി ആണ് വരുന്നത്. ഇത് ഫൈനൽ ആൻസർക്കാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 78ാമത്തെ ആൻസർ അതിലില്ല കേട്ടോ. ഒറ്റയാണ് കണ്ടെത്തുക, അതിൽ ആൻസർ ഇല്ല. നമ്മൾ ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടുന്നെങ്കിൽ തല പുകഞ്ഞിരുന്ന് ആലോചിക്കും. ചിലപ്പോൾ ഈ മാർക്സിനോട് നമ്മൾ ഒരുപാട് സമയം കളയും. ഞാനങ്ങനെ കളയുന്ന ഒരാളാണ്, നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 79ാമത്തെ ആൻസർ സി ആണ് കേട്ടോ. അടുത്തത് 80ൻ്റെ ആൻസർ എന്താണ്? അതിൻ്റെ ആൻസർ ഇല്ല. അപ്പോൾ 78ൻ്റെ ആൻസർ ഇല്ല, 80ൻ്റെ ആൻസർ ഇല്ല. ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്ക് കേട്ടോ, എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഇതാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് 81. ചൂസ് ദ കറക്റ്റ് ആൻസർ. ക്രിസ്ത്യൻസ് ഗോ ടു ചർച്ച് എവറി സൺഡേ. അതിൻ്റെ ആൻസർ എന്താണ്? ഗോ ടു. അതിൽ ഫസ്റ്റ് വാക്യത്തിൽ നമ്മൾ നോക്കുക, അതിൽ നെഗറ്റീവോ ഇതൊന്നുമില്ല. അപ്പോൾ എന്തായാലും പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ഇല്ല. അപ്പോൾ എന്തായാലും നെഗറ്റീവ് ടാഗ് വരും. ഇത് പോസിറ്റീവ് ഇതാണ്, അതുകൊണ്ടപ്പം നെഗറ്റീവ്. ഇത് ഫുള്ള് നെഗറ്റീവ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നോക്കുക. ഡോണ്ട് ആണ് ആൻസർ വരുന്നത്. ബി ആണ് ആൻസർ. മൈ ബ്രദർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഒന്നുമില്ല, ഇൻട്രസ്റ്റഡ് ഇൻ. ബാക്കി വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ഹൗസ് ഡാഷ് ദ ലാസ്റ്റ് 10 years എന്നാണ് പറയുന്നത്. 4 അതൊരു പീരീഡ് ഓഫ് ടൈം അല്ല വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഫോർ ദ ലാസ്റ്റ് 10 years അതാണ് കേട്ടോ വരുള്ളൂ. അടുത്താണ് ഇഫ് യു സ്റ്റഡി വെൽ ഡാഷ് യു ഡാഷ് പാസ് ദ എക്സാമിനേഷൻ. ഇത് കണ്ടീഷണൽ ക്ലോസിൻ്റെ ഫസ്റ്റ് കേസാണ് വന്നിരിക്കുന്നത്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാമിനേഷൻ, അതാണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 85. വൺ ഓഫ് ദ ബോയ്സ്. വൺ ഓഫ് വന്ന എന്താണ്? പ്ലൂറൽ നൗണും സിംഗുലർ വെർബും. ഇങ്ങനെ പഠിച്ചത് വൺ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, അങ്ങനെയൊക്കെ വന്നാൽ പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ് വരുന്നത്. അപ്പോൾ വൺ ഓഫ് ദ ബോയ്സ് പ്ലൂറൽ നൗൺ വന്നു. അപ്പോൾ സിംഗുലർ കൊടുക്കുക. അതിൻ്റെ അകത്ത് ഏതാണ് സിംഗുലറുള്ള? ആറ്, ഹാവ്, വെയർ ഇല്ല. അപ്പോൾ ഈസാണ് സിംഗുലറുള്ളത്. ആൻസർ ഏതാണ്? ഈസാണ്. ഡാഷ് ഐ ഡാഷ് മുംബൈ ലാസ്റ്റ് ഇയർ. ആ ലാസ്റ്റ് എന്ന് പറഞ്ഞത് സിമ്പിൾ പാസ്റ്റാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും വിസിറ്റഡ്. ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് ഇയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 87ാമത്തെ ക്വസ്റ്റ്യൻ. ഐ ഡാഷ് മൈ ന്യൂ ഡ്രസ് ഓൺ മൈ ബർത്ത്ഡേ. അതിൻ്റെ ആൻസർ ഏതാണ്? പുട്ടോൺ എന്ന് പറഞ്ഞാൽ വിയർ ധരിക്കുക, അതാണ് അർത്ഥം വരുന്നത്. ആൻറ്റോണിം ഫോർ അമേച്ചർ. ഇത് ആൻറ്റോണിമും സിനോണിമും മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എടുത്ത് വെച്ച് എഴുതി പഠിക്കണം. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, അതായത് ചിലതൊക്കെ ഒരു റിപ്പീറ്റഡ് വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ അമേച്ചറും നമുക്ക് ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണേ, അതുകൊണ്ട് പഠിക്കാം കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചിരിക്കുന്നത് പ്രൊഫഷണൽ. ഈ ഹാസ് ബീൻ എലക്റ്റഡ് ടു ദ ലാസ്റ്റ്
കൗൺസിൽ. ഏത് കൗൺസിലാണ്? ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. കൗൺസിൽ ഇതാണ്. ആ സ്പെല്ലിംഗ് നോക്കിയാൽ COUNCIL. ദ സിനോണിം ഫോർ ആമിയബിൾ ഈസ്. ആമിയബിൾ എന്ന് വെച്ചാൽ ഫ്രണ്ട്ലി ആണേ, ഫ്രണ്ട്ലി. ഇനി അടുത്ത് ശരിയായ പദം തിരഞ്ഞെടുക്കുക. അതിഥി ശരിയാണോ, അനുഗ്രഹം ശരിയാണോ, ഇതിൽ ഏതാണ് ശരിയെന്ന് നോക്കിയേ. അതിഥി. അതിഥി എപ്പോഴും ചോദിക്കുന്ന കേട്ടോ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അതിഥി. ഒന്നല്ലെങ്കിൽ അതിഥി എന്ന് പറയും, അല്ലെങ്കിൽ അതിഥി ദേവോഭവ, അങ്ങനെ വരും കേട്ടോ. അതിഥി നോക്കുക, അതിഥി എപ്പോഴും ചോദിക്കുന്നതാണേ, റിപ്പീറ്റഡ് ആണ്. PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് ശരിയായ പദം തിരഞ്ഞെടുക്കാൻ പറയുന്നതിൽ അതിൽ വരുന്നതാണ് അതിഥി, വിമ്മിട്ടം, ശിരച്ഛേദം, അങ്ങനെ കുറച്ച് ഇതുണ്ടല്ലോ. അച്ഛൻ്റെ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ. ഇനി ഭൂമിയുടെ പര്യായ പദം അല്ലാത്തതാണ് ചോദിച്ചിരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ജനനി. ജനനിയല്ല, മേദിനി, അവനി, ധരണി ഒക്കെയാണ് ഭൂമിയുടെ പര്യായ പദം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അങ്കുശം എന്നതിൻ്റെ വിപരീത പദം ഏത്? നിരങ്കുശം. അങ്കുശം, നിരങ്കുശം. കൺ പ്ലസ് നീർ ചേർത്ത് എഴുതുക, കണ്ണീർ. കൺ പ്ലസ് നീർ, കണ്ണീർ. അടുത്താണ് ഏത്? ശരിയായ വാക്യം ഏത്? അതിൽ ഏതാണ് ശരിയായ വാക്യം? മുതിർന്നവരെ നാം ബഹുമാനിക്കണം. രാമനും കൃഷ്ണനോ അവിടെ പോയില്ല. അത് തെറ്റാണ്. വായിക്കുമ്പോൾ തന്നെ അറിയാം. ഓരോ ആളുകളും അങ്ങനെ വരേണ്ട കാര്യമില്ല. മറ്റ് ഗത്യന്തരമില്ലാതെ, മറ്റ് ഗത്യന്തരം, ഈ രണ്ടും ഒരു വാക്യത്തിൽ വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പ്രത്യുപകാരം പിരിച്ചെഴുതുക. പ്രതി പ്ലസ് ഉപകാരം, പ്രത്യുപകാരം. പ്രതി പ്ലസ് ഉപകാരം, പ്രതി പ്ലസ് ഉപകാരം, പ്രത്യുപകാരം. പ്രതി പ്ലസ് ഉപകാരം, പ്രത്യുപകാരം. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. താഴെ കൊടുത്തിരിക്കുന്നത് സമാനമായ പരിഭാഷ ഏത്? 97ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിതച്ചതേ കൊയ്യൂ. ഈ പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ്? കവി. ഇതും റിപ്പീറ്റഡ് ആണ്. നമ്മുടെ അതിഥി പോലെ തന്നെയാണ് കവിയുടെ സ്ത്രീലിംഗം ചോദിക്കുന്നത്. കവയിത്രി. കവയിത്രി. അതായത് ലാസ്റ്റാണ് വള്ളി. ലാസ്റ്റ് രണ്ടെണ്ണത്തിലാണ് വള്ളി എന്ന് വിചാരിച്ചാൽ മതി. വള്ളി എവിടെയാണ്? ലാസ്റ്റ് രണ്ടെണ്ണത്തിൽ. കവയിത്രി. താഴെ കൊടുത്തിരിക്കുന്നതിന് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം ഏത്? അലിംഗ ബഹുവചനം. അലിംഗം എന്ന് വെച്ചാൽ ലിംഗം അറിയില്ല. ഉദാഹരണമല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ആൺകുട്ടികൾ. അലിംഗ ബഹുവചനം എന്ന് വെച്ചാൽ ലിംഗം അറിയില്ല, ഉദാഹരണമല്ലാത്തല്ലേ ചോദിച്ചിരിക്കുന്നത്. തൊഴിലാളികൾക്കിടെ ലിംഗം അറിയില്ല, ആണാണോ പെണ്ണാണോ എന്നറിയില്ല, ജനങ്ങളാണോ പെണ്ണോ എന്നറിയില്ല, മക്കളാണോ പെണ്ണോ എന്നറിയില്ല. ഇപ്പം എൻ്റെ അത് അറിയാവുന്നത് ആൺകുട്ടികളാണ്. അതപ്പോൾ എന്തായാലും അലിംഗ ബഹുവചനം അല്ല, അത് സലിംഗമാണ്. ഇനി അടുത്താണ് അറിയാനുള്ള ആഗ്രഹം. അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ജിജ്ഞാസ. ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹം, ജിജ്ഞാസ. നമ്മൾ ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ തുടരും. നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഫൈനൽ ആൻസർക്ക് വെച്ചിട്ടാണ് ക്ലാസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ എനിക്ക് സൂചിപ്പിക്കുക, എനിക്ക് വേണ്ടി കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. ഞാൻ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾക്കിത് വളരെ വളരെ ഉപകാരം ചെയ്യും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത അസിസ്റ്റൻറ്റ് സെയിൽസ്മാനെ എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവട്ടെ.